എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ യുവൻസങ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ലേ. അതായത് നമ്മളുടെ യുവനുവിനെ എങ്ങനെയാ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ. അതിൻ്റെ പേരിൽ ഇവനാണെങ്കിൽ കുറേ തെളിവുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചെയർമാൻ ആണെങ്കിൽ ഭയങ്കര ഡൗട്ട് അടിച്ചിട്ട് ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരെയും എല്ലാ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അവസാനം തെളിവ് കിട്ടുന്ന നമ്മളുടെ യുവനുവിൻ്റെ റൂമിൽ നിന്ന്, അതായത് ഇവനാണെങ്കിൽ ആ ചെയർമാൻ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അയാളുടെ ഇൻഫർമേഷൻസ് എല്ലാം ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയെന്ന്. അവിടെയുള്ള വീട്ടുകാർക്കെല്ലാം നമ്മുടെ യുവനുവിനെ ഭയങ്കര വിശ്വാസമാണല്ലോ. അതുകൊണ്ട് തന്നെ അവരാരും ഇത് വിശ്വസിക്കാൻ റെഡിയൊന്നും ആയിരുന്നില്ല. എന്നാലും നമ്മളുടെ തെളിവെല്ലാം യുവനുവിന് എതിരായിരുന്നില്ലേ, അതുകൊണ്ട് അവർക്കത് വിശ്വസിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ അവസാനം നമ്മുടെ യുവനുവിൻ്റെ റൂമാണെങ്കിൽ നല്ലതുപോലെ അരിച്ചു പറക്കുമ്പോൾ അവൻ്റെ ആ ഒരു ഡ്രോയറിൽ നിന്ന് പെൻഡ്രൈവും ഹാർഡ് ഡിസ്കും എല്ലാം കിട്ടും. അതായത് ഇവനാണെങ്കിൽ വോയിസ് എല്ലാം സേവ് ചെയ്ത് വെച്ചതുപോലത്തെ. ഇതെല്ലാം അറിയുന്നതും നമ്മളുടെ ഹാങ്ങിനെയാണെങ്കിൽ അവളുടെ അമ്മ വിളിച്ചിട്ട് കാര്യം പറയും. അതായത് നമ്മളുടെ വീട്ടിലിപ്പോൾ ഭയങ്കര പ്രശ്നം നടക്കുവാണ്, യുവനുവിനെയാണ് എല്ലാവരും സംശയിക്കുന്നത്, അവൻ്റെ പേരിലാണ് എല്ലാ തെളിവും എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹാങ് ആണെങ്കിൽ അവിടെ പറയും, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആ സ്ഥലത്ത് പോലും ഇല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ജർമ്മനി വന്നേക്കുമല്ലേ, അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് തെളിവാണെങ്കിലും ഒപ്പിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ വീട്ടിൽ ആരാണ് ഒളിഞ്ഞു കയറിയത് എന്ന് കണ്ടുപിടിക്കും, അതിനുശേഷം തന്നെയാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹാങ് ആണെങ്കിൽ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. കൂട്ടത്തിൽ തന്നെ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയും വെക്കും. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നല്ലതുപോലെ അറിയാം അവളെ ഇനിയും ഒരുപാട് ആൾക്കാർ വിളിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യുവനുവിനാണ്. അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യും. എന്നിട്ട് പറയും, ഞാനാണെങ്കിൽ ഒരു കടയിലായിട്ട് മെമ്മറി കാർഡ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു, എന്നാൽ ആ കടക്കാരനെ ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, നീ ഒരു സഹായം ചെയ്യണം, ആ കടയിൽ ചെന്നിട്ട് അയാളുടെ അടുത്ത് ഒന്നെന്നെ വിളിക്കാൻ പറയണം. ഇത് കേൾക്കുന്നേ നമ്മളുടെ യുവനുവിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ നേരെ ആ കടക്കാരൻ്റെ അടുത്തായിട്ട് വരും. എന്നിട്ട് ആ ഫ്രണ്ട് പറയും, ഇപ്പോൾ ആ കട ക്ലോസ് ചെയ്തേക്കുവാണ്, ആ കട ഇപ്പോൾ വർക്കിംഗ് അല്ല എന്ന് ഇവിടെ എഴുതിയേക്കുന്നത് എന്ന്. ഉടനെ തന്നെ നമ്മുടെ യുവനു പറയും, എനിക്ക് ആദ്യമേ തൊട്ടേ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, എൻ്റെ കാർ ആ സൈഡിലായിട്ട് മാറ്റി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ കാറിനകത്ത് SD കാർഡും ഉണ്ട്, നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഡാഷ് ക്യാമിൽ നിന്നുള്ള ഫുട്ടേജ് കിട്ടുമ്പോൾ മനസ്സിലാവും ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. നമ്മുടെ യുവനുവിന് ആദ്യമേ ഇക്കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവൻ നേരെ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ്. ഹാങ്ങിൻ്റെ അടുത്ത് എത്തുന്നതും അവളാണെങ്കിൽ നമ്മുടെ യുവനുവിൻ്റെ അടുത്ത് പറയും, അതെ നിന്നെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ആര് വിളിച്ചാലും നീ ഫോൺ എടുക്കാനൊന്നും നിൽക്കണ്ട, നീ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ. ഇതങ്ങോട്ട് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് തൊട്ട് പുറവേ തന്നെ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ യുവനുവിനെ വിളിക്കും. അപ്പം നമ്മുടെ ഹാങ് പറയും, വേണ്ട നീ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ ഫോൺ വാങ്ങിച്ച് സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നല്ലതുപോലെ അറിയാം യുവനു ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന്. അവൾ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹാങ്ങിൻ്റെ ആൻറ്റിയില്ലേ, അവരാണെങ്കിൽ ഓൾറെഡി ഒരു ഡിറ്റക്റ്റീവിൻ്റെ അടുത്താണെങ്കിൽ നമ്മളുടെ ആ ചെയർമാൻ്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി നല്ലതുപോലെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അയാളാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഈ ആൻറ്റി എടുത്ത് വന്നിട്ട് പറയും, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ ഇത്രയും കാലവും ചെയർമാൻ്റെ മുമ്പിൽ കള്ളപ്പയില്ല നിന്നത്, ഇവരുടെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ്. പോരാത്തനി ഇവർ 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ജയിലിൽ പോയതാ. ആ ജയിലിൽ വെച്ചിട്ട് തന്നെ ഇവരാണെങ്കിൽ ഒരു ചെറുക്കന് ജന്മവും കൊടുത്തു. ഇതിനെ പറ്റിയിട്ടൊന്നും ആർക്കും അറിയത്തില്ല, ഇതെല്ലാം അവർ സീക്രട്ടാക്കിയാണ് വെച്ചേക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ ആൻറ്റി ഭയങ്കര ഷോക്കായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ വീട്ടിലായിട്ടെ യുവനുവിൻ്റെ റൂമാണെങ്കിൽ എല്ലാവരോടും ചേർന്നിട്ട് നല്ലതുപോലെ പരിശോധിക്കുന്നത്. അപ്പോഴവർ കണ്ടുപിടിക്കും അവൻ്റെ ആ റൂമിലായിട്ട് ഒരു സീക്രട്ട് ലോക്കറുണ്ട് എന്ന്. അങ്ങനെ അവരാണെങ്കിൽ ആ സീക്രട്ട് ലോക്കർ ഓപ്പൺ ചെയ്യും. അങ്ങനെ അതിനകത്തുള്ള ഡോക്യുമെൻറ്റ്സ് കാണുന്നത് നമ്മുടെ ചെയർമാൻ ഭയങ്കര ഷോക്കാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുവനു ആണെങ്കിൽ ഹാങ്ങിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇത് കാണുന്ന ഹാങ്ങിൻ്റെ അമ്മയും ഭയങ്കര ടെൻഷനാവും. അവർ വിചാരിക്കും എന്നാലും നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്താണെങ്കിൽ അവ ഇത്രയും കാലം ഭയങ്കര കെയറിങ്ങോ അതും ഇതൊക്കെ കാണിച്ചിട്ട് അവനിതെല്ലാം അഭിനയിക്കുമായിരുന്നോ, ഇവൻ യഥാർത്ഥത്തിൽ ചതിക്കുമായിരുന്നോ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹാങ്ങിനെ അതേപോലെ തന്നെ യുവനുവിനെയാണ്. ഇവർ രണ്ടുപേരും രാത്രി സമയത്ത് ഒരു ബ്രിഡ്ജിൻ്റെ മുമ്പിലായിട്ട് നിൽക്കുകയാണ്. അവിടെ നമ്മുടെ ഹാങ് ഇങ്ങനെ പറയും, എന്തായിരുന്നാലും നാളെ അറിയാം എനിക്കിവിടെ സർജറി ചെയ്യാൻ പറ്റുമോ, ചികിത്സ ചെയ്യാൻ പറ്റുമോ എന്ന്. എന്തൊക്കെയായിരുന്നാലും എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ലക്കിൻ്റെ ആവശ്യമുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയായിരിക്കും എന്നൊക്കെ അവൾ പറയും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ തൊട്ടടുത്ത് സ്ട്രീറ്റിലായിട്ടുള്ള ഒരു കട ശ്രദ്ധിക്കും. അവിടെയെന്ന് വെച്ചാൽ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് പറയും, എനിക്കാണെങ്കിൽ എൻ്റെ റിച്ചസ്റ്റ് ലൈഫിൽ നിന്ന് വേഗം തന്നെ താഴോട്ട് ഇറങ്ങി വരണമെന്ന് നല്ല ആഗ്രഹമാണ്, എനിക്ക് ആ ഫുഡ് കഴിക്കണമെന്നും ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ നമ്മുടെ യുവനു പറയും, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, അവിടെയായിട്ട് പോയി ക്യൂ നിൽക്കും, അപ്പോഴത്തേക്ക് ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യുവനു ആണെങ്കിൽ അവളെ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടും. നമ്മുടെ യുവനു ഇപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ലീഫൊക്കെ വിൽക്കുന്ന ഒരാളില്ലായിരുന്നോ, ലക്കി ലീഫ് വിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ യുവനു ആണെങ്കിൽ വേഗം ഓടി അയാളുടെ മുമ്പിലായിട്ട്
ബ്രിഡ്ജിലായിട്ട് എത്തിയിട്ട് പറയും, എനിക്ക് നിങ്ങൾ വിൽക്കുന്ന എല്ലാ ലക്കി ലീഫും വേണം, ഞാൻ എത്ര പൈസ തരാനും റെഡിയായെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ അതിനൊരു ബൊക്കെ പോലെ ചെയ്തെടുക്കും. എന്നിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് യൂനുവും ഹാങ്ങും കൂടി നേരത്തെ ഒരു ബ്രിഡ്ജിലായിട്ട് ഒരു ലോക്ക് ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവർക്കാണെങ്കിൽ 3 വർഷം മുന്നേ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു. നമ്മുടെ യൂനു ജസ്റ്റ് ഒന്ന് നോക്കുന്നതും അവൻ ആദ്യമേ തന്നെ കാണുന്ന ആ ഒരു ലോക്കാണ്. ഇത് കാണുന്നതിന് ഭയങ്കര സന്തോഷം. അവൻ ഉടനെ തന്നെ അതിന്റെ പിക്കൊക്കെ എടുക്കും. അതേസമയം നമുക്ക് കാണിക്കും, അതായത് നമ്മുടെ ഹാങ്ങിന്റെ വീട്ടിലായിട്ട് എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. അവരെല്ലാവരും ചിന്തിക്കുന്നത് തന്നെ യൂനുവിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു എന്നായിരുന്നു. ഇതിന്റെ കൂട്ടത്തില് എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറയുന്നത് പോലെ ആ നമ്മുടെ ഗ്രേസ് ഉണ്ടല്ലോ, അവരാണെങ്കിൽ പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഈ യൂനുവിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ശത്രു കമ്പനി ആയിട്ടുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വക്കീലാണ്. അവനൊരു ഡിവോഴ്സ് ലോയറുമാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അയാൾ ഉടനെ ഉറപ്പിക്കും, അതായത് നമ്മുടെ യൂനു ആണെങ്കിൽ ഇത്രയും കാലവും ഈ ക്യൂൻസ് ഗ്രൂപ്പിനെ ചതിക്കുമായിരുന്നു, അവനാണെങ്കിൽ ഇവരെല്ലാവരെയും ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ കൂടിയത് എന്ന്. പെട്ടെന്ന് തന്നെ ഈ ചെയർമാൻ അവിടെ കിടന്ന് നല്ലതുപോലെ ബഹളം വെക്കാൻ തുടങ്ങും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ യൂനുവിനെയാണ്. അവനാണെങ്കിൽ ആ ബ്രിഡ്ജിൽ നിന്ന് ആ ലോക്കിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേഗം തന്നെ നമ്മുടെ ഹാങ്ങിന്റെ അടുത്തോട്ട് ഓടി വരാനായിട്ട് തുടങ്ങും. അതേസമയം നമ്മുടെ ഹാങ്ങിനെ കാണിക്കും. അവളാണെങ്കിൽ ഒരു സ്റ്റോറിയിൽ നിന്ന് ഒരു സംഭവം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുമല്ലായിരുന്നോ. അവൾ അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ യൂനുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ബോറടിക്കുന്നതുകൊണ്ട് തന്നെ വേഗം അവളുടെ മൊബൈൽ ഫോൺ അങ്ങ് ഓൺ ആക്കും. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മയുടെ കോൾ വരും. അവളൊന്ന് ചിന്തിക്കും, ഈ കോൾ എടുക്കണോ വേണ്ടയോ എന്ന്. അവസാനം അവൾ കോൾ എടുക്കാണ്ട് അതിനെ ഇങ്ങ് കട്ട് ചെയ്ത് വിടും. അതേസമയം തന്നെ ദൂരെ നിന്ന് നമ്മുടെ യൂനു ഓടി വരുന്നതും കാണും. ഇവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടി വരുന്നത്. രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കും. ഇപ്പോഴാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്താൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളുടെ ഹാങ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ പെട്ടെന്ന് തന്നെ അവളുടെ അമ്മയാണെങ്കിൽ അവൾക്കൊരു ഫോട്ടോ മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുക്കും. നമ്മളുടെ ഹാങ് കാണുന്നത് ഞെട്ടിപ്പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളുടെ യൂനു റെഡിയാക്കിയ ഡിവോഴ്സ് പേപ്പർ ആയിരുന്നു. അതിനകത്ത് അവൻ്റെ സൈനും ഉണ്ട്. ഇത് കാണുന്നേ നമ്മളുടെ ഹാങ് അങ്ങോട്ട് വിശ്വസിക്കാൻ റെഡി ആവത്തില്ല. അവളാണെങ്കിൽ വിചാരിക്കും ഇത് സത്യമായിരിക്കത്തില്ല, ഇതാരെങ്കിലും ഉണ്ടാക്കിയെടുത്തതായിരിക്കും എന്ന്. വേഗം തന്നെ നമ്മളുടെ യൂനു അവളുടെ അടുത്തേക്ക് എത്തുന്നതും പെട്ടെന്ന് അവൾ ദേഷ്യത്തിൽ അവൻ്റെ കൈയിരുന്ന ആ ബൊക്കയിലെ അതിനെ അങ്ങ് തട്ടിത്തെറിപ്പിക്കും. എന്നിട്ട് അവളാണെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, നീ സത്യം പറയണം, നീ ഇതിനകത്ത് സൈൻ ചെയ്തിട്ടില്ലല്ലോ, ഇത് വേറെ ആരോ ചെയ്തതല്ലേ, നീ എന്നോട് കള്ളം പറയത്തില്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസമൊന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ ഫോട്ടോ അവനെ കാണിക്കും. ഇത് കാണുന്നേ നമ്മളുടെ യൂനു ഭയങ്കര ഷോക്കാകും. അവനാണെങ്കിൽ ഇപ്പോൾ ഹാങ്ങിൻ്റെ അടുത്ത് കള്ളം പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് അവനാണെങ്കിൽ അവിടെ അക്സെപ്റ്റ് ചെയ്യും, അതായത് അവൻ തന്നെയാണ് ഇത് സൈൻ ചെയ്തത് എന്ന്. നമ്മളുടെ ഹാങ് ഭയങ്കരമായിട്ടും തകർന്നു പോകും. അവൾക്ക് എന്ത് വേണോന്ന് കൂടി മനസ്സിലാവത്തില്ല. നമ്മളുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവളാണെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതും അവിടെ പുറത്ത് നല്ലതുപോലെ മഴ പെയ്യത്തില്ലേ. ആ സമയത്ത് നമ്മളുടെ യൂനു ആണെങ്കിൽ ഇവക്കാണെങ്കിൽ ഒരു കുട കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അവനാണെങ്കിൽ മഴ നനഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ അവളാണെങ്കിൽ പോകുന്ന വഴിയിൽ നോക്കുമ്പോൾ എന്തു അവിടെ ബസ് സ്റ്റോപ്പിലായിട്ട് നമ്മളുടെ യൂനു നിന്ന് ചിരിക്കുവാണ്. അവൻ്റെ മുഖത്ത് ചിരി കാണുന്നതും അപ്പോഴും തന്നെ ഇവളങ്ങ് ഭയങ്കര ഫ്ലാറ്റ് ആവും. ഇവള് പിന്നെ അവനെ വിടാതെ പിന്തുടരും. അതായത് ഇവൾ ആദ്യമേ ഇവനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഇവളുടെ മനസ്സ് സമ്മതിക്കാഞ്ഞാൽ അവൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവൻ്റെ പുറകെ തന്നെ വരും. അതായത് നമ്മളുടെ യൂനു ബസ്സിൽ ട്രാവൽ ചെയ്യാൻ നേരത്ത് നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവനെ തന്നെ നോക്കിക്കൊണ്ട് വരുന്നത്. അവൾക്കാണെങ്കിൽ അവനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ് മുന്നേ ഒരു തവണ ഈ യൂനുവിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, അതായത് അവളുടെ ഫസ്റ്റ് ലവിനെ അവൾ ബസ്സിൽ വെച്ചാൽ കണ്ടേ എന്ന്. അതായത് അവളുടെ ഫസ്റ്റ് ലവ് വേറെ ആരുമല്ല, നമ്മളുടെ യൂനു തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എപ്പോഴാണ് എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്, നീ എന്താ എന്നിട്ട് എൻ്റെ അടുത്ത് പറയാഞ്ഞത്? അപ്പോൾ നമ്മുടെ യൂനു പറയും, ഞാൻ നിന്നോട് പറയാൻ തന്നെ വന്നതാ, പക്ഷെ എനിക്ക് പറ്റിയില്ല എന്ന്. അപ്പോൾ നമ്മളുടെ ഹാങ്ങിനാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം റീവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അവളാണെങ്കിൽ ചോദിക്കും, ഞാനന്ന് നിൻ്റെ അടുത്ത് എനിക്കിനി 3 മാസം കൂടിയേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ സമയത്തായിരുന്നു നീ എന്നോട് ഡിവോഴ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നേ? ഞാൻ ഓർക്കുന്നുണ്ട്, നിൻ്റെ കയ്യിലായിട്ട് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ യൂനു ആണെങ്കിൽ അതെ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ഭയങ്കരമായിട്ട് അങ്ങ് തെറ്റിദ്ധരിക്കും. അവൾ പറയും, ഓഹോ അപ്പം ഞാൻ 3 മാസം കഴിഞ്ഞ് മരിക്കാൻ പോകുന്നത് കൊണ്ടല്ലേ നീ എന്നോട് ഡിവോഴ്സിനെ പറ്റി പറയാഞ്ഞേ? നീ എന്തായിരുന്നാലും എന്നോട് ഇത്രയും കാലവും കാണിച്ച കെയറിങ്ങും സ്നേഹമൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ, നീ എന്നോടെല്ലാം അഭിനയിക്കുമായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ഇവള് ഭയങ്കരമായിട്ട് തകർന്ന് സംസാരിക്കും. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ യൂനു ആണെങ്കിൽ ആദ്യത്തെ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു വിചാരിച്ച് ഇവളെ ഡിവോഴ്സ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടണോ എന്ന്. അതുകൊണ്ട് തന്നെ അവൻ അതെല്ലാം സമ്മതിച്ചു കൊടുക്കും. ഇവനാണെങ്കിൽ എന്ത് പറയണമെന്ന് കൂടി മനസ്സിലാവത്തില്ല. ഹാങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് തകർന്ന് ഭയങ്കരമായിട്ട് കിടന്ന്
നിലവിളിക്കാൻ തുടങ്ങും. കാര്യം അവൾ എന്തൊക്കെയാണോ വിചാരിച്ചത് അതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ ഇപ്പം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് പറയും, ഞാനാണെങ്കിൽ നമ്മൾ 3 വർഷം മുന്നേ ഇവിടുത്തെ ബ്രിഡ്ജിലായിട്ട് ഹാങ് ചെയ്തിട്ട് ആ ലോക്കില്ല അത് കണ്ടുപിടിച്ചു എന്ന്. എങ്കിൽ ഇതൊന്നും നമ്മളുടെ ഹാങ്ങിനെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമേ ആയിരുന്നില്ല. അവൾ അങ്ങനെ നേരെ അപ്പാർട്ട്മെന്റിലായിട്ട് വന്നിട്ട് അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങും. അവളാണെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു വന്നിട്ട് അവളുടെ അടുത്ത് പറയും, നീ എനിക്കൊരു അവസരം തരണം, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഉടനെ തന്നെ ഹാങ് പറയും, എനിക്കിനി ഒന്നും കേൾക്കണമെന്നില്ല, നിന്റെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയാൻ യാതൊരു താല്പര്യവും ഇല്ല, ഞാൻ ഇവിടുന്ന് പൊക്കോളാം എന്നും പറഞ്ഞിട്ട് അവൾ ഇറങ്ങാനായിട്ട് വരുന്നത് നമ്മളുടെ യൂനു ആണെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ പൊക്കോളാം, നീ ഇവിടെ തന്നെ നിൽക്ക്, നിനക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ളതല്ലേ. എന്നാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആവത്തില്ല. അവൾ വേഗം തന്നെ ഇവൻ്റെ കൈ തട്ടി തെറിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് അങ്ങ് ഇറങ്ങും. ഇവളാണെങ്കിൽ നമ്മുടെ യൂനു വാങ്ങിച്ചു കൊടുത്ത ഷൂ ഇല്ലേ അതുപോലും എടുക്കാണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ അവൾക്ക് ഷൂ എടുത്തുകൊണ്ട് പുറകെ ഓടും. എന്നാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ വേഗം തന്നെ ലിഫ്റ്റിൽ കയറിയായിരുന്നു. ലിഫ്റ്റ് ക്ലോസ് ആവുന്നത് നമ്മുടെ ഹാങ് ആണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ടിരുന്ന് കരയും. അതായത് ഇവൾ ആദ്യമേ ഇവൾക്ക് 3 മാസം കൂടി ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ യൂനു വന്നിട്ട് ഇവളെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇതേപോലത്തെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിരുന്നല്ലോ. അവൾ ബാക്കിയുള്ളതെല്ലാം ഇവൻ അഭിനയിച്ചതാ എന്നങ്ങ് വിചാരിക്കും. അതായത് അവൻ അവളെ ഒട്ടും ഇഷ്ടമല്ല എന്ന്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ഡോറ് തുറക്കുമ്പോൾ എന്തുവാ നല്ലൊരു വെളിച്ചം അവളുടെ മുഖത്തടിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അവൾക്ക് ഒന്ന് ബോധം വരുമ്പോൾ എന്തോ അവളെ ഏതോ ഒരു റോഡിൻ്റെ നടുക്കായിട്ട് നിൽക്കുവാണ്. അവൾക്ക് പോലും മനസ്സിലാവത്തില്ല അവൾ എങ്ങനെയാ ഇവിടെ വന്നേ എന്ന്. പെട്ടെന്ന് തന്നെ അവളൊന്ന് നോക്കുമ്പോൾ അവളെ ആണെങ്കിൽ ഒരു ട്രക്ക് ഇടിക്കാനായിട്ട് ഇങ്ങനെ വരും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ പുറകിൽ നിന്ന് വന്നിട്ടേ ഇവളുടെ കൈയെ പിടിച്ചിട്ട് അങ്ങ് പിടിച്ചു മാറ്റും. എന്നിട്ട് അവൻ പറയും, നിനക്ക് നല്ലതുപോലെ അറിയാം, നിനക്ക് ചില നേരത്ത് ഒന്നും ഓർമ്മ കാണത്തില്ല എന്ന്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ കാര്യം എങ്ങനെ ശരിയാവും? എനിക്ക് ഒരവസരം എന്താ, ഞാനെല്ലാം നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഉടനെ തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ പറയും, വേണ്ട, നീ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇനി നീ എന്നെ ഈ ഒരു അവസ്ഥ കാണുവാണെങ്കിൽ എന്നെ രക്ഷിക്കാൻ വരണമൊന്നുമില്ല, എന്നെ അങ്ങനെ അങ്ങ് വിട്ടാരെ, ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം എന്ന് അവൾ ഇങ്ങനെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂനുവിന് ഭയങ്കര സങ്കടമാവും. ഹാങ് വേഗം തന്നെ നമ്മുടെ യൂനുവിൻ്റെ കൈയും തട്ടിത്തെറിപ്പിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് നടന്നു പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ചിയോളിനെയാണ്. അവനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഡീഹിയോട് സംസാരിക്കുമായിരുന്നു. അവനവിടെ പറയും, എങ്കിലും ഞാൻ ഒട്ടും വിചാരിച്ചില്ല യൂനു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. എൻ്റെ അപ്പൂപ്പനെതിരെ ഓരോന്നൊക്കെ ചെയ്തിട്ട് അവനാണെങ്കിൽ എൻ്റെ ചേച്ചിനെ ഡിവോഴ്സ് ചെയ്യാനും തയ്യാറെടുത്തേക്കുന്നു. എനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നതേ ഇവനെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് ആ ആൻറ്റി ആയിട്ടുള്ള ജോയാണ് എന്ന്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി 3 തവണ ഡിവോഴ്സായി നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എനിക്ക് അവരുടെ കാര്യത്തിൽ നല്ല ഡൗട്ടും ഉണ്ട്. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഈ യൂനുവും അതേപോലെ തന്നെ ഈ ആൻറ്റിയും കൂടി എന്നിട്ട് ഭയങ്കരമായിട്ട് എന്തോ സീരിയസ് ആയി സംസാരിക്കുന്നതൊക്കെ കണ്ടായിരുന്നു. അവർ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെയാണ് സംസാരിച്ചത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡീഹിക്ക് ഭയങ്കര ഡൗട്ട് അടിക്കും. അവൾ ചോദിക്കും, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ എന്ന്. അവളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ യൂനു ആണെങ്കിൽ ഡോക്ടറിനെ വന്ന് കണ്ട് സംസാരിക്കുന്നതാണ്. അവിടെ ഡോക്ടർ പറയും, നമ്മളുടെ ഹാങ്ങിൻ്റെ കണ്ടീഷനിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, അവളുടെ WBC കൗണ്ട് ആണെങ്കിൽ ഇപ്പോഴും സെയിം തന്നെയാണ് എന്ന്. അപ്പോൾ ആ ഡോക്ടർ പറയും, നിങ്ങളെങ്കിലും ഹോപ്പ് കളയൊന്നും വേണ്ട, എത്രയോ പേഷ്യൻസ് ഉണ്ടെന്നറിയാവോ, അവരെല്ലാവരും മിറാക്കിൾ വഴി ജീവനോടെ വന്നവർ. അവരുടെ എല്ലാ ലൈഫിലെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഡ്രീമോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹമോ എന്തെങ്കിലും ഒരു സംഭവം കാണും. അത് വെച്ചിട്ടാണ് അവരെല്ലാവരും തിരിച്ച് വന്നിട്ടുള്ളത് എന്ന് പറയും. പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു നേഴ്സ് വന്നിട്ടാണെങ്കിൽ ഡോക്ടറിനെ അറിയിക്കും. അതായത് നമ്മുടെ ഹാങ് ആണെങ്കിൽ ഡിസ്ചാർജ് വാങ്ങി അവിടെ നിന്ന് അങ്ങ് പോയി എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂനു ഹാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. എന്നിട്ട് അവൻ ചോദിക്കും, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് എന്താ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ എന്ന്. അപ്പോൾ നമ്മളുടെ ഹാങ് ആണെങ്കിൽ പറയും, എനിക്കിപ്പോൾ ജീവിക്കണമെന്നേ ഇല്ല, ഞാനാണെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിച്ചത് തന്നെ നിനക്ക് വേണ്ടിയിട്ടായിരുന്നു, അപ്പോൾ നീ ആണെങ്കിൽ ഞാൻ മരിക്കണമെന്നല്ലേ ആഗ്രഹിച്ചത്. ഓക്കെ, അങ്ങനെ തന്നെ നടക്കട്ടെ, ഞാൻ 3 മാസം കഴിയുമ്പോൾ മരിച്ചു തന്നെ പൊക്കോളാം. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂനുവിനൊരു കാര്യം മനസ്സിലാവും. അതായത് അവളിപ്പോൾ അവളുടെ ലൈഫിനെ തന്നെ ഗീവപ്പ് ചെയ്യുവാണ് എന്ന്. അവൾക്ക് ജീവിക്കാനുള്ള ഒരാഗ്രഹവും ഇല്ല എന്ന്. ഉടനെ തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ കയ്യിലായിട്ട് കയറി പിടിച്ചിട്ട് പറയും, അതെ, എനിക്ക് നീ മരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം, നീ മരിക്കാൻ പോകുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുക എന്നാ ചെയ്തത്. എന്താ, മരിക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഡിവോഴ്സ് തരുന്നില്ലേ, ഡിവോഴ്സ് തന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കായിരുന്നു. നിന്നെ കാരണം ഞാൻ എൻ്റെ ലൈഫ് നരകത്തിനെ പോലെ ചെലവഴിച്ചത്. പണക്കാരനായി എന്നുള്ളത്
സത്യമാണ്. അല്ലാണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ്സും ഇല്ലായിരുന്നു. അതുകൊണ്ട് നീ എനിക്ക് ഡിവോഴ്സ് തന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷമായിരിക്കും. നീ ആ വിൽപത്രം ചേഞ്ച് ആക്കുമെന്നല്ലേ പറഞ്ഞത്? അതും കൂടി അങ്ങ് ആക്കി തരണം. എങ്കിൽ മാത്രമേ എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റൂ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിനാണെങ്കിൽ യൂനൂനോ അടിച്ച് ശരിയാക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.